സുഭാഷ് അച്ഛനോട് പറയും, ഞാൻ നികേഷിന്റെ കോളേജ് വരെ ഒന്ന് പോവാണ്, ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്, എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് വാതിലൊക്കെ അടയ്ക്കണം, ഇന്നലെ വാതിലൊക്കെ തുറന്നു കിടക്കുകയായിരുന്നു എന്ന് പറയും. അച്ഛൻ കളിയാക്കിയിട്ട് പറയൂ, ശബരിമലയല്ലേ, ഫുള്ള് സ്വർണ്ണപ്പാളിയാണല്ലോ, ആരെങ്കിലും എടുത്തു കൊണ്ടുപോയില്ലേ എന്നൊക്കെ ചോദിക്കും. നികേഷ് പല്ല് വെച്ചുകൊണ്ട് പുറത്തോട്ട് വരിക. അവൻ പറയും, ഇങ്ങനെ ഇവിടുന്ന് പുറത്താക്കിയത് തന്നെ ഇവിടുത്തെ പാതി പ്രശ്നം തീരും. സുഭാഷ് പറയും, അങ്ങനെയൊന്നും പറയരുത്, അത് നമ്മുടെ അച്ഛനാന്ന് പറയും. നികേഷ് സുഭാഷ് കൊണ്ടുവന്ന കവറിൽ കൈയിട്ടിട്ട് വയ്ക്കേ, ഇതെന്താ ചോക്ലേറ്റോ? സുഭാഷ് പറയും, നീ ആദ്യം പോയിട്ട് പല്ല് വെച്ച് വന്നു പറയും. അങ്ങോട്ട് വരികയാണ് സുനന്ദ. സുഭാഷ് സുനന്ദയോട് ചോദിക്കും, ഇന്ന് കോളേജില്ലേന്ന് ചോദിക്കും. സുനന്ദ പറയും, ഇന്ന് പോയില്ല എന്ന് പറയും. സുഭാഷ് പറയും, പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിന്നെ കെട്ടിച്ചു വിടാൻ പറയാം ഞാൻ അമ്മായിയോട് എന്ന് പറയും. സുനന്ദ പറയും, അതിനുള്ള വെള്ളം കോരാനാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. സുഭാഷ് അത് കേൾക്കില്ല. സുഭാഷ് ചോദിക്കും, എന്താ പറഞ്ഞേ? സുനന്ദ വേഗം വിഷയം മാറ്റും. സുനന്ദ പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയും. അവിടേക്ക് വരുന്ന നികേഷ് ചോദിക്കും, എന്താ? അപ്പം സുനന്ദ ഒന്നും മിണ്ടില്ല. നികേഷ് പറയും, വേഗം പോകാൻ നോക്കിക്കോ, അമ്മ വരും എന്ന് പറയും. സുനന്ദ പോകാൻ നോക്കുമ്പോൾ സുഭാഷ് കവറിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത് അവൾക്ക് കൊടുക്കും. നികേഷ് വന്ന് വാങ്ങിച്ചിട്ട് പറയും, ഇത് എനിക്കുള്ളതാ, ഇതിൻ്റെ പങ്ക് പറ്റാൻ നോക്കണ്ടെന്ന് പറയും. സുനന്ദ പോടാന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. നികേഷ് സുഭാഷിനോട് പറയും, സുനന്ദേച്ചിക്ക് ഓരോ ദിവസം കൂടുന്നോറും സ്നേഹം കൂടി വരികയാണ് കേട്ടോ, അത് മനസ്സിലാവുന്നുണ്ടോ? സുഭാഷ് നികേഷിൻ്റെ ചെവി തിരുമ്മിയിട്ട് പറയാ, എനിക്ക് നീ അവളൊക്കെ ഒരുപോലെ. അരുണ് സുധിയോട് പറയും, ഞങ്ങളിന്ന് തിരിച്ചു പോവാ. സുധി വയ്ക്കും, ഇന്ന് തന്നെ തിരിച്ചു പോവാണോ? അരുൺ പറയും, ആ ലഗേജൊക്കെ എടുത്ത് കാറിലൊന്ന് വെക്കണം എന്ന് പറയും. സുധി പോയിട്ട് നിധിയുടെ അടുത്തുനിന്ന് പെട്ടി വാങ്ങുമ്പോഴേക്കും, തിരിച്ചു പോവാല്ലേ, ഇനി കാണാൻ പറ്റില്ലല്ലേ? നിധി വയ്ക്കും, നിങ്ങളെന്തിനാ എന്നെ കാണുന്നത്? സുധി പറയും, 2 ദിവസമായിട്ടുള്ളെങ്കിലും ഒരു കുടുംബം പോലെ നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഒരു വിഷമം എന്ന് പറയും. അവൻ പെട്ടി കാറിൽ കയറ്റുമ്പോൾ അരുൺ ചോദിക്കും, സുധീഷേ, ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ബസ്സിൽ വരുന്നതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ സുധിക്ക് സന്തോഷമാവും. സുധി ഇങ്ങനെ മനസ്സ് പറയും, അങ്ങനെയൊന്നും ദൈവം എന്നെ കൈവിടില്ല, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് ഒരു പാൽപ്പായസം ഉറപ്പ്. അടുത്തത് നിധിയുടെ അച്ഛൻ വന്ന് ചോദിക്കും, സുധീഷേ, നിനക്ക് കുറച്ച് നാൾ ഇവിടുന്ന് മാറി നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? കല്യാണം കഴിയുന്നവരെ കുറച്ച് ഓട്ടോ ഒക്കെ ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ സുധിക്ക് ഇനിയും സന്തോഷമാവും. സുധി വേഗം ഒരു ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് പോകും. എന്നിട്ട് കുറേ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യാണ്. കാറിന്ന് അച്ഛൻ ഒരു ബേക്കറിയിൽ നിന്ന് നുറുക്ക് വാങ്ങുന്നതിനെ പറ്റി പറയും. നിധിയോട് ചോദിക്കും, നിനക്ക് വലിയ ഇഷ്ടമല്ലേ അത്? നിധി പറയും, എനിക്കൊന്നും വേണ്ടാന്ന് പറയും. നിധിയോട് അവർ ചോദിക്കും, എന്താണ് മുഖമൊക്കെ വല്ലാത്തൊരു വിഷമം പോലെയാണല്ലോ? നിധി പറയും, ഏതായാലും കല്യാണം നടത്താൻ തീരുമാനിച്ചു, എന്തിനാ ഇപ്പോഴേ രജിസ്ട്രേഷൻ? അച്ഛൻ ബേക്കറിയിൽ നുറുക്ക് വാങ്ങാൻ പോകുമ്പോൾ നിധി കാർന്നിങ്ങനെ പറയും, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് പോലുമില്ല, എന്നിട്ട് എനിക്ക് നുറുക്ക് വാങ്ങാൻ പോയിരിക്കുന്നു. സുധി പറയും, പേടിക്കണ്ട കേട്ടോ, നിധിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ രജിസ്റ്റർ മാരേജ് നടക്കാനൊന്നും പോണില്ല. നിധി ഇങ്ങനെ മനസ്സ് പറയും, ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്? സുധി പറയും, ഇങ്ങനെ ദേഷ്യം കാണിക്കാതെ സന്തോഷമുള്ള മുഖമായിട്ട് നിൽക്ക്, ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം. നിധിക്കൊന്നും മനസ്സിലാവില്ല. നിധി ഇങ്ങനെ മനസ്സ് പറയും, ഇയാളെ എന്ത് ശരിയാക്കാൻ? രാത്രി ഹരീഷൊക്കെ ചപ്പാത്തി കഴിക്കുമ്പോൾ പുറത്തുനിന്ന് അച്ഛൻ കള്ളു കുടിച്ച് ഇങ്ങനെ പാട്ട് വിടുക. ഇത് കേട്ടിട്ട് ഹരീഷ് ചോദിക്കും, ഇങ്ങേർക്ക് ഇത് എന്നും കള്ളു കുടിക്കായിരുന്ന കാശ് കിട്ടുന്നത്? നികേഷ് പറയും, ഇല്ലെങ്കിൽ നമ്മുടെ ചേട്ടൻ കൊടുക്കുമല്ലോ. സുഭാഷ് ചോദിക്കും, ഞാനോ? ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല, ഇവൻ വെറുതെ പറയുന്ന. ഹരീഷ് പറയും, ഇനി ചേട്ടൻ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി, ഇനി ചേട്ടൻ കഴിക്കുന്നത് പറയും. അച്ഛൻ അടുക്കളയിൽ വന്നിട്ട് സുഭാഷിനുള്ള മുട്ടക്കറിയും കൂടി എടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നികേഷ് പറയും, അത് ചേട്ടനുള്ളതാ. പക്ഷെ അച്ഛൻ എന്തോ പാട്ടൊക്കെ പാടി അതും എടുത്ത് തിന്നും. ഹരീഷിനും ഇത് കാണുമ്പോൾ ദേഷ്യം വരും. പക്ഷേ സുഭാഷ് തടയും. സുധി സുഭാഷിനെ വിളിച്ചു പറയാണ്, ഞാനൊരു ഓട്ടത്തിൽ പോയതാണ്, ആ പെങ്കൊച്ചിൻ്റെ കല്യാണം നടക്കുന്നവരെ ഇവിടെ നിൽക്കേണ്ടി വരുമെന്നൊക്കെ. കോള് കഴിഞ്ഞ് സുധി ഇങ്ങനെ പറയാണ്, എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യാന്ന്. അകത്താണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കുകയാണ്. നിധിയാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല. അമ്മയാണെങ്കിൽ നിധിയെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കും. അച്ഛൻ രജിസ്റ്റർ മാരേജിൻ്റെ കാര്യം അരുണിനോട് പറയുമ്പോൾ നിധി പാത്രം എടുത്ത് നിലത്തടിക്കുകയാണ്. എന്നിട്ട് പറയും, നിങ്ങൾക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്? എനിക്ക് കല്യാണം ഇഷ്ടമല്ല, അപ്പോഴാണ് നിങ്ങൾ രജിസ്റ്റർ മാരേജിന് ആളെ കൂട്ടാൻ നടക്കുന്നത്. അച്ഛനാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് നിധിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. നിധി പിന്നെയും സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. അമ്മ ചൂടാവും. നിധി നീ നിർത്തുന്നുണ്ടോ? നാളെ കല്യാണം കഴിഞ്ഞ് പോകുന്ന പെണ്ണല്ലേന്ന് കരുതിയിട്ടാണ് ഒന്നും പറയാത്തതെന്ന് പറയും. നിധി ഗതി കെട്ടിട്ട് കഴിക്കുകയാണ്. ആ സമയത്ത് അച്ഛൻ പറയും, അവളാ അച്ഛൻ്റെ നല്ല മോള അല്ലേ നിധി? ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരും. നിധി ഫുഡ് അവിടെ ഇട്ടിട്ട് അവിടുന്ന് എണീറ്റ് പോവാണ്. നിധി കൊലയിലേക്ക് വരുമ്പോൾ സ്തുതി വയ്ക്കും, അതെ രാത്രി ഇനി ഓട്ടമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? വല്ലാത്ത വിശപ്പ്, പുറത്തൊരു ഹോട്ടലുണ്ട്, അത് അടയ്ക്കുന്നതിന് മുന്നേ പോയിട്ടൊന്ന് കഴിച്ചാലോ എന്ന് ആലോചിക്കാമെന്ന് പറയും. നിധി വയ്ക്കും, ഇയാൾ ഇതുവരെ കഴിച്ചില്ലേ? പുറത്തുള്ള ഹോട്ടലൊക്കെ ഇപ്പം അടച്ചു കാണുമെന്ന് പറയും. സുധി പറയും, തഴപ്പട്ടിണി ആവുമല്ലോ. നിധി വയ്ക്കും, ഇവിടുന്ന് ഫുഡ് തന്നില്ലേ? സെർവൻ്റ് ഒന്നും ചോദിച്ചില്ലേ? സുധി പറയും, അവർ ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും. നിധി അതും പറഞ്ഞ് അകത്തേക്ക് പോവാണ്. സുധിയാണെങ്കിൽ വിശന്നിട്ട് ഇങ്ങനെ വയറിലും ഞെക്കുകയാണ്.